തിരുവചനം തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശാലോം ടെലിവിഷൻ്റെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇതാണ്: തടവറകളെ വിട്ട് പുറത്തു വരിക. തടവറകളെ വിട്ട് പുറത്തു വരിക. മനുഷ്യൻ പലപ്പോഴും തടവറയ്ക്കുള്ളിൽ കിടക്കുകയാണ്. അവനത് അറിയുന്നില്ല. അവൻ്റെ ജോലി ചെയ്യുന്നു, കുടുംബജീവിതം നയിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നെങ്കിലും ആത്മാവിൻ്റെ തലത്തിൽ 99% മനുഷ്യരും തടവറയ്ക്കുള്ളിൽ കിടക്കുകയാണ്. എന്തിന് പ്രാർത്ഥന അനുഭവത്തിൽ വന്നു എന്ന് അവകാശപ്പെടുന്നവർ പോലും ബഹുഭൂരിപക്ഷവും ആത്മീയ ലോകത്ത് ആത്മാവിൽ തടവറയ്ക്കുള്ളിലാണ്, സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത അവസ്ഥ. ഞാൻ ഓർക്കുകയാണ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1930 മുതലുള്ള കാലഘട്ടങ്ങളിൽ അമേരിക്കയിൽ ഏറ്റവും പ്രശസ്തനായ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു നോബൽ ഡോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹം ഏത് ടീമിൽ കളിച്ചാലും ആ ടീമിനെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. അദ്ദേഹം വർഷങ്ങളോളം കളിച്ചിരുന്ന ആ ടീം എല്ലാ ടീമുകളെയും പരാജയപ്പെടുത്തി ട്രോഫികൾ വാരിക്കൂട്ടി. അദ്ദേഹം അമേരിക്കയിലെ തന്നെ ഒരു സംസാര വിഷയമായി തീർന്നു, ചെറുപ്പക്കാരുടെ ഹരമായി തീർന്നു. അങ്ങനെ ഇരിക്കെ 1941 നടന്ന ഒരു ഫുട്ബോൾ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ പിഴവ് മൂലം ഒരു ഗോൾ നഷ്ടപ്പെടുകയും ടീം അന്ന് കളിയിൽ പരാജയപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന് അത് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അതിനുശേഷം പിന്നീട് 100 കണക്കിന് മത്സരങ്ങളിൽ അദ്ദേഹവും ടീമും വിജയിച്ചു. പക്ഷേ പ്രിയപ്പെട്ടവരെ, 1941 സംഭവിച്ച ആ ഒരൊറ്റ പരാജയം ഈ മനുഷ്യൻ്റെ ജീവിതത്തെ തകർത്ത് കളയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ ദുഃഖം ഒരിക്കലും മാഞ്ഞു പോയില്ല. പിന്നീട് നടന്ന പല ഇൻ്റർവ്യൂകളിലും അഭിമുഖ സംഭാഷണങ്ങളിലെല്ലാം അദ്ദേഹം മീഡിയയിൽ ചെയ്തിട്ടുള്ള എല്ലാ സംഭാഷണങ്ങളിലും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് നിറയുമായിരുന്നു. തൻ്റെ പിഴവ് മൂലം തൻ്റെ ടീം ഒരു കളി പരാജയപ്പെട്ടു, തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ വിങ്ങിപ്പൊട്ടുമായിരുന്നു. 50 വർഷങ്ങൾക്ക് ശേഷവും നിങ്ങൾ ഓർക്കണം, 1990കളിൽ പോലും അദ്ദേഹം ടെലിവിഷനിൽ സംസാരിക്കുമ്പോൾ 50 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച പരാജയത്തെക്കുറിച്ച് ഓർത്ത് കരയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ പരാജയത്തിൻ്റെ തടവറയിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും രക്ഷപ്പെട്ടില്ല. എന്തിന്? മരണക്കിടക്കയിൽ തന്നെ കാണാൻ വന്ന സുഹൃത്തുക്കളോട് പോലും വളരെ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച പരാജയത്തെക്കുറിച്ച്, ഒറ്റ പരാജയം, അതിനെക്കുറിച്ച് ഓർത്ത് അദ്ദേഹം പറയുകയും ദുഃഖിക്കുകയും ചെയ്തു. ഞാൻ ഈ സംഭവം നിങ്ങളുമായിട്ട് പങ്കുവെച്ചെന്തിനാണെന്നറിയാമോ? ജീവിതത്തിൽ നമുക്കൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ട്. തെറ്റുപറ്റാത്തവരായിട്ട് ആരാ ഉള്ളത്? നമ്മൾ മനുഷ്യരാണ്, ദൈവമല്ല. പാപം നിറഞ്ഞ ഈ ഭൂമിയിലേക്ക് പാപികളായ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു വീണ നമ്മൾ എത്രമാത്രം ശ്രദ്ധിച്ചാലും നമുക്ക് തെറ്റുപറ്റും. എങ്ങനെ വിശുദ്ധരായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാലും നമ്മുടെ കാല് ഇടയ്ക്ക് വഴുതി പോകുന്നു, നമ്മൾ പരാജയപ്പെടുന്നു. എന്തിന്? ചിലപ്പോഴെങ്കിലും നമ്മൾ ഘോരമായ പാപങ്ങളിൽ തന്നെ വീണുപോകുന്നു, ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ, എന്ത് കാര്യത്തിനാണെങ്കിലും, ഒരു ദാമ്പത്യ അവിശ്വസ്തതയായിരിക്കാം, ഒരു അബോഷനായിരിക്കാം, ഒരു വഞ്ചനയായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, നമ്മൾ എന്നും ആ തടവറയിൽ കഴിയേണ്ടവരല്ല. ഒരു പക്ഷി ചിറകടിച്ചുയരുന്നത് പോലെ ആ തടവറയുടെ കൂട് ഭേദിച്ച് പുറത്തേക്ക് വന്ന് പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറഞ്ഞ് നമ്മൾ പറന്നുയരേണ്ടവരാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ കഴുകനെ കുറിച്ച് പറയുന്നുണ്ട്. കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. യുവാക്കൾ പോലും ക്ഷീണിക്കുകയും തളരുകയും ചെയ്തേക്കാം, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും. ദൈവത്തിൻ്റെ മനസ്സാണ് പ്രിയപ്പെട്ടവരെ. നാം പാപത്തിൻ്റെ തടവറയിൽ കഴിയേണ്ടവരല്ല. പണ്ട് കാലത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരു തെറ്റിനെ ഓർത്തോർത്ത് നീറിപ്പുകയേണ്ടവരല്ല. അതിനെ കുപ്പത്തൊട്ടിയിലേക്ക് ഇട്ടുകൊണ്ട് യേശുവിൻ്റെ കരം പിടിച്ച് പരിശുദ്ധാത്മ ചിറകിലേറി നാം ഉയർന്ന് പറക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തല പ്രമുഖനായ പൗലോസ് പറയുന്നു, എൻ്റെ പിന്നിലുള്ളതിനെ വിസ്മരിച്ചിട്ട് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. ഒരു തടവറയിൽ കിടക്കാൻ ഞാൻ ഒരുക്കമല്ല. തടവറയിൽ കെട്ടപ്പെട്ട് കിടന്ന എൻ്റെ ജീവിതത്തെ നശിപ്പിച്ച് കളയാൻ ഞാൻ തയ്യാറല്ല.
മുൻപ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പാപം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ സഭയെ പീഡിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകളെയും കുട്ടികളെയും ഞാൻ റോഡിലൂടെ വലിച്ചഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ ഞാൻ ബലേ ഭേഷ് എന്ന് പറഞ്ഞ് കൈയടിച്ചിട്ടുണ്ട്. അവൻ്റെ വസ്ത്രങ്ങൾ എൻ്റെ കാൽപാദത്തിങ്കിൽ ഞാൻ സൂക്ഷിച്ച് കൈയടിച്ചവനാ. പക്ഷേ അതോർത്തോർത്ത തടവറയിൽ കിടക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം എനിക്കൊരു രക്ഷകനുണ്ട്, എനിക്കൊരു യേശുവുണ്ട്, എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ഞാൻ തടവറ ഭേദിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറക്കുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ ഈ പൗലോസിന് പറയാൻ സാധിച്ചു, 14 വർഷങ്ങൾക്ക് മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം. മനുഷ്യന് വിവരിച്ചുകൂടാത്ത കാര്യങ്ങൾ അവൻ കേട്ടു. അതായത് തടവറയ്ക്കുള്ളിൽ കിടന്നിരുന്നെങ്കിൽ പൗലോസിന് ആത്മാവിൽ സ്വർഗം കാണാൻ സാധിക്കുമായിരുന്നില്ല. തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ മുഴുവൻ തടവറകളെയും ഭേദിച്ചുകൊണ്ട് പൗലോസ് പുറത്തു വന്നപ്പോൾ അവൻ ഒരു ആത്മീയ മനുഷ്യനായി മാറുകയാണ്. ശക്തനായ, കരുത്തനായ ഒരു അഭിഷിക്തനായി തീരുകയാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏതാനും കാര്യങ്ങൾ ഇന്ന് ചിന്തിക്കുകയാണ്. ഒന്നാമതായി, യേശു ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ശിക്ഷ ഏറ്റെടുത്ത് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സത്യം അറിയുമ്പോൾ നമ്മൾ കൂടുതൽ പാപം ചെയ്യുകയല്ല ചെയ്യുന്നത്. കൂടുതൽ പാപം ചെയ്യുന്നെങ്കിൽ എൻ്റെ അർത്ഥം നമ്മൾ ഇത് കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ യേശു നമ്മുടെ ഹൃദയത്തിൽ കർത്താവായിട്ട് വന്നിട്ടില്ല. അപ്പോൾ കർത്താവ് നമ്മളെ ഇത്രമാത്രം സ്നേഹിച്ചു എന്നുള്ള തിരിച്ചറിവ് എല്ലാവിധ കുറ്റബോധത്തിൽ നിന്നും നിരാശയിൽ നിന്നും നമ്മെ മോചിപ്പിച്ചുകൊണ്ട് സ്വർഗീയ സന്തോഷം കൊണ്ട് നിറയ്ക്കാൻ പര്യാപ്തമാണ്. ഈ ഒരു സ്വർഗീയ സന്തോഷമാണ് പ്രലോഭനത്തെ തോൽപ്പിക്കാൻ നമുക്ക് ശക്തി തരുന്നത്. ഈ ഒരു സ്വർഗീയ സന്തോഷമാണ് നമ്മെ സ്നേഹത്തിൻ്റെ മനുഷ്യരാക്കി മാറ്റുന്നത്. ഇതാ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കി. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ളത് തീർച്ചയാണല്ലോ. ആ തീർച്ചയാണല്ലോ എന്നുള്ള വാക്ക് ചുവപ്പ് മഷി കൊണ്ട് അടിവരയിട്ട് വയ്ക്കണം. അവിടെ പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ നമുക്ക് തരുന്നൊരു ഉറപ്പാണ്. ദൈവ കോപത്തിൽ നിന്ന് ഈ രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണ്, ഡെഫിനറ്റ്ലി തീർച്ചയാണ്. ഒരു മാറ്റവും വേണ്ട, സംശയവും വേണ്ട. ദൈവത്തിൻ്റെ കോപം നിന്റെ മേൽ പതിക്കുകയില്ല. നീ ചെയ്ത പാപത്തിൻ്റെ പേരിൽ ദൈവകോപം നിന്റെ മേൽ വരികയില്ല. കാരണം നീ യേശുവിനോട് നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. യേശുവിൻ്റെ രക്തം നിന്നെ കഴുകി. മോളെ, യേശു നിന്റെ ഹൃദയത്തിൽ കർത്താവാണ്. അതുകൊണ്ട് വരാനിരിക്കുന്ന ദൈവകോപത്തിൽ നിന്ന് നിനക്ക് തീർച്ചയായിട്ടും വിടുതലുണ്ട്. ആ തീർച്ച എന്നുള്ള വാക്ക് നമുക്ക് ഒത്തിരി സന്തോഷം തരുന്നതാണ്. ഇതാ യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വളരെ വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ വചനം. നമ്മളിത് കാണാതെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതം വീണ്ടും വീണ്ടും തകർന്നു പോകുന്നത്. നമ്മൾ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ഒരു പാപത്തിലെങ്ങാനും പതിച്ചു കഴിഞ്ഞാൽ ഒരു നവീകരണ ധ്യാനം കൂടി പരിശുദ്ധാത്മ അഭിഷേകം നമ്മുടെ മേൽ വന്നു, അതിനുശേഷം എങ്ങാനും ഒരു പാപം ചെയ്താൽ പിന്നെ നീറി പിടയുകയാണ്. എഴുന്നേക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല, പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യം? തടവറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ടു, തടവറയ്ക്കുള്ളിൽ പൂട്ടപ്പെട്ടു. ഈ തടവറ തുറന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ യേശു വരുന്നു. യേശുവിൻ്റെ ഈ സ്നേഹം തിരിച്ചറിയുമ്പോൾ എല്ലാ തടവറകളും ഭേദിക്കപ്പെട്ടുകൊണ്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വിശുദ്ധരായി മാറുന്നു. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ സ്നേഹം നമുക്ക് ലഭിക്കുന്നു. നമ്മൾ നന്ദി നിറഞ്ഞ ഹൃദയമുള്ളവരാകുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു പരിവർത്തനം സംഭവിക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി പ്രിയപ്പെട്ടവരെ. രണ്ടാമതായി, ഈ വലിയ വിടുതൽ നമുക്ക് തരാൻ യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. യേശു സ്വർഗത്തിരുന്നു കൊണ്ട് റിമോട്ട് കൺട്രോൾ വെച്ച് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ല, പകരം നമ്മെ വിട്ടുപിരിയാത്ത സ്നേഹിതനായി, ഇതാ ലോക അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കുമെന്ന് വാക്കു പറഞ്ഞവൻ, എന്നും മാറാത്ത സ്നേഹിതനായി, അരുമ മണവാളനായി നമ്മുടെ കർത്താവ് രക്ഷകൻ നാഥൻ യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. അതുകൊണ്ടാണ് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി.
മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു, നിരാശയെ മാറ്റി പ്രത്യാശ കൊണ്ട് നിറയ്ക്കുന്ന മഹത്വവാനായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന സത്യം നിങ്ങൾ എന്തേ കാണാതെ പോകുന്നു? നിങ്ങളിൽ അവൻ മഹത്വമായി നിറഞ്ഞു നിൽക്കുന്നു, അഭിഷേകമായി നിറഞ്ഞു നിൽക്കുന്നു, ഒരു ജ്വലനമായി കത്തിപ്പടരുന്നു. അവൻ തീയാണ്, കൺസ്യൂമിങ് ഫയർ. അവൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 28-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു, തൻ്റെ സാന്നിധ്യത്താൽ അവൻ എന്നെ സന്തോഷഭരിതനാക്കും. ഓ, കർത്താവിൻ്റെ സാന്നിധ്യം, അതിന് തുല്യം ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, തൻ്റെ സാന്നിധ്യത്താൽ അവൻ എന്നെ സന്തോഷഭരിതനാക്കി മാറ്റും. എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ കർത്താവ് ഞാൻ വീണുപോയാൽ എനിക്ക് മാപ്പ് തരുന്നു, വീണ്ടും ഞാൻ വീണു പോകാതിരിക്കാൻ എനിക്ക് കൃപ തരുന്നു. അങ്ങനെ എന്നെ കൈവിടാത്തവനായി തടവറയിൽ നിന്നും പുറത്തു കൊണ്ടുവന്നിട്ട് വീണ്ടും തടവറയിൽ ചെന്ന് പെടാതിരിക്കാൻ അവൻ എൻ്റെ ഉള്ളിൽ വസിക്കുകയാണ്. തടവറയ്ക്കുള്ളിൽ ഞാൻ ഇനിയും ചെന്ന് പെട്ട് അടിമയായി തീരാതിരിക്കാൻ അവൻ മഹത്വവാനായി എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഇനി ഞാൻ എങ്ങാനും പാപത്തിൽ വീണുപോയാലോ എൻ്റെ ഉള്ളിലുള്ള യേശു എന്ത് ചെയ്യും? എൻ്റെ ഉള്ളിൽ അവൻ പ്രധാന പുരോഹിതനായി വിരാജിക്കുന്നു. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല എങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവിടുന്ന്. അതുകൊണ്ട് വേണ്ട സമയത്ത് കരുണയും കൃപയും ലഭിക്കേണ്ടതിന് പ്രത്യാശയോടെ നമുക്ക് കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു സിംഹാസനമിട്ട് അതിലവൻ പ്രധാന പുരോഹിതനായിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ തെറ്റ് പറ്റുമ്പോൾ നമ്മൾ ഓടിച്ചെല്ലുമ്പോൾ അവൻ നമ്മോട് സഹതപിക്കാത്തവനല്ല, പകരം നമ്മെ കെട്ടിപ്പിടിച്ച് സഹതാപം കാണിക്കുന്നവനാണ്. അവന് പ്രലോഭനം എന്താണെന്നറിയാം. പരീക്ഷയുടെ പുള്ളിങ് പവർ അവൻ അനുഭവിച്ചിട്ടുണ്ട്. ആ ദൈവം സ്വർഗത്തിരുന്ന് കളഞ്ഞ ദൈവമല്ല, ഭൂമിയിൽ വന്ന് പ്രലോഭനത്തെ നേരിട്ട നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ബലഹീനതയും ശക്തിയുടെ കുറവും, ആ പ്രലോഭന സമയത്ത് നമ്മൾ നേരിടുന്ന ഒരു ടെൻഷൻ, ഇത് യേശുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് യേശു നമ്മെ സഹായിക്കും. കൃപയുടെ സിംഹാസനത്തിൽ നമുക്ക് പ്രത്യാശയോടെ കടന്നു ചെല്ലാം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. യേശു നമ്മുടെ ഉള്ളിലുണ്ട് പ്രിയപ്പെട്ടവരെ. നെഞ്ചിൽ കൈവച്ചുകൊണ്ടിന്ന് പറയണം, യേശു എൻ്റെ ഉള്ളിലുണ്ട്. 1 യോഹന്നാൻ 4-ാം അധ്യായം 4-ാം തിരുവചനം പറയുന്നു, the one who is inside me is greater than the one who is outside. എൻ്റെ ഉള്ളിലുള്ള യേശു പുറമേയുള്ള എല്ലാ പിശാചുക്കളെക്കാളും വലിയവനാണ്. നരകം മുഴുവൻ എൻ്റെ നേരെ അറ്റാക്കിന് വന്നാലും, നരകത്തിൻ്റെ മുഴുവൻ പട്ടാളക്കാരും മാർച്ച് ചെയ്ത് എന്നെ തകർക്കാൻ വന്നാലും, എൻ്റെ ഉള്ളിലുള്ള ഒരേ ഒരുവൻ യേശു. അവൻ യൂദാ ഗോത്രത്തിൻ്റെ സിംഹമാണ്, ലയൺ ഓഫ് ജൂഡ. പ്രിയപ്പെട്ടവരെ, സിംഹമാണ് അവൻ. പിശാചിന്റെ നേരെ അവൻ സിംഹമാണ്, മനുഷ്യന്റെ നേരെ അവൻ കുഞ്ഞാടാണ്, ദാസനാണ്. മനുഷ്യന്റെ കാല് കഴുകുന്നവൻ, മനുഷ്യന്റെ പാദങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്ക് കഴുകാൻ തക്കവണ്ണം എളിമയുള്ളവൻ, നമ്മുടെ ആത്മാവിൽ പറ്റുന്ന പാപക്കറകളെ ഒരു ദാസനായി നിന്നുകൊണ്ട് കഴുകാൻ തക്കവണ്ണം എളിമയുള്ളവൻ സാത്താനെ കാണുമ്പോൾ സിംഹമായി മാറുന്നു, അലറുന്ന സിംഹമായി മാറുന്നു. സാത്താൻ ഭയന്ന് വിറയ്ക്കുന്നു. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, യാക്കോബ് ശ്ലീഹയുടെ വചനം പറയുന്നു, സാത്താൻ ഭയന്ന് വിറയ്ക്കുന്നു, സാത്താൻ ഭയന്ന് വിറയ്ക്കുന്നു. സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ വരുമ്പോൾ, യൂദാ ഗോത്രത്തിൻ്റെ ഒറിജിനൽ സിംഹത്തെ കാണുമ്പോൾ, ഈ സിംഹത്തെ പോലെ അലറിക്കൊണ്ടുവന്ന സാത്താൻ ഭയന്ന് വിറയ്ക്കുന്നു. ഒറിജിനലിനെ കാണുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഭയന്ന് വിറയ്ക്കുന്നു. ഇതാ നമ്മുടെ ഉള്ളിൽ യൂദാ ഗോത്രത്തിൻ്റെ സിംഹം യേശു മഹത്വവാനായി നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് തടവറകളെ വിട്ട് പുറത്തു വരണം. ഒരു തടവറയും യേശുവിൻ്റെ മക്കളെ കെട്ടിയിടാൻ പാടില്ല. നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ മക്കളാണ്, നമ്മൾ അഭിഷേകത്തിൻ്റെ മക്കളാണ്, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ മക്കളാണ്. മൂന്നാമതായി, ഈ വലിയ സത്യം ലോകം മുഴുവൻ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 700 കോടി ജനങ്ങളിൽ ഒരു 650 കോടിയും തടവറയിൽ കഴിയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കുന്നുവെന്ന് പറയുന്നവർ പോലും തടവറയിൽ കഴിയുന്ന ഒരു പ്രത്യേകമായ അവസ്ഥ. ഇതിനിടയിൽ ഈ സത്യം, നിങ്ങൾ സത്യം അറിയുകയും അറിഞ്ഞ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യു ഷൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ.
ഈ സത്യം നമ്മുടെ കെട്ടുകളെ പൊട്ടിച്ച് തടവറയിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും ഈ സദ്വാർത്ത അറിയിക്കുവിൻ. ദൈവമക്കളെ, മനുഷ്യമക്കളെ, മനുഷ്യരായി ജനിച്ചവരെ, നിങ്ങൾ ആരും ഇനി തടവറയിൽ കഴിയേണ്ട കാര്യമില്ല. കുറ്റബോധത്തിൻ്റെ, നിരാശയുടെ, പാപഭാരത്തിൻ്റെ തടവറയിൽ കഴിയേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു രക്ഷകൻ ഉണ്ട്, യേശുവുണ്ട്. യേശുവിൻ്റെ ആദ്യത്തെ പ്രസംഗം എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ സിനഗോഗിൻ്റെ അകത്ത് അവന് ബൈബിൾ നൽകപ്പെട്ടപ്പോൾ അവൻ തുറന്നുകൊണ്ട് പ്രസംഗിച്ച പ്രസംഗമാണ്. യേശുവിന് സത്യത്തിൽ ലഭിച്ചത് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം എഴുതിയിരുന്ന ആ തുകൽ ചുരുളാണ് കിട്ടിയത്. ആ ചുരുളെടുത്ത് യേശയ്യാ 61:1 മുതൽ യേശു വായിക്കുകയാണ്. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ, ബന്ധിതർക്ക് മോചനം നൽകുവാൻ, തടവുകാരെ തുറന്നു വിടുവാൻ, അന്തർക്ക് കാഴ്ച കൊടുക്കുവാൻ, കർത്താവിന് സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കുവാൻ അവിടെ നിന്ന് എന്നെ അയച്ചിരിക്കുന്നു. നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ വചനം ഇന്നിവിടെ നിറവേറിയിരിക്കുന്നു. ഞാൻ വന്നിരിക്കുന്നത് തടവറയിൽ കിടക്കുന്നവരുടെ മോചിപ്പിച്ച് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരുടെ കെട്ടഴിച്ച് അവരെ തുറന്നു വിടാൻ വേണ്ടിയിട്ടാണ്. തടവറയ്ക്കുള്ളിൽ കിടന്ന ലാസറിനെ പുറത്തു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അവന്റെ കെട്ടഴിച്ചു വിടുവിൻ, അവൻ സ്വതന്ത്രനായി തീരട്ടെ. ഗുഹയ്ക്കുള്ളിലായിരുന്നവനെ പുറത്തു കൊണ്ടുവന്നു, തടവറയ്ക്കുള്ളിലായിരുന്നവനെ പുറത്തു കൊണ്ടുവന്നു. ലഗിയോൻ ബാധിച്ച് അനേക വർഷങ്ങളായി പിശാചിന്റെ തടവറയിൽ കിടന്ന മനുഷ്യനെ, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യൻ തടവറയിൽ കിടക്കുന്നത് കണ്ട് അന്ന് മനസ്സലിഞ്ഞ് അവനെ തൊട്ടുകൊണ്ട് മകനെ എന്ന് വിളിച്ച് അവനെ സുഖപ്പെടുത്തി. അവൻ വസ്ത്രം ധരിച്ച് സുബോധമുള്ളവനായി തടവറയുടെ പുറത്തിറങ്ങി ദൈവത്തെ ആരാധിച്ചു. യേശു പറഞ്ഞു, നീ തടവറയ്ക്കുള്ളിൽ നിന്നും പുറത്തിറങ്ങിയ കാര്യം നിന്റെ വീട്ടിൽ പോയി നിന്റെ ബന്ധുക്കളോട് പറയൂ മകനെ, നീ ഇനിമേൽ അടിമയല്ല. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, ഞാൻ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുസ്തകത്തിൽ വായിച്ച കാര്യം ഓർക്കുകയാണ്. ഒരിക്കൽ വലിയൊരു ഫോറസ്റ്റിൻ്റെ അടുത്ത്, അതായത് വലിയൊരു കാടിൻ്റെ അടുത്ത് ജീവിച്ചിരുന്ന ഒരു കുടുംബം. അവിടെ കുറേ കുടുംബങ്ങളുണ്ടായിരുന്നു. കാടിൻ്റെ അടുത്ത് ജീവിക്കുന്ന കുടുംബങ്ങളുടെ പ്രത്യേകത അറിയാമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഈ മൃഗങ്ങൾ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ആക്രമണം അഴിച്ചുവിടും. അപ്പോൾ ഒരു ദിവസം അതിൽ ഒരു വീടിൻ്റെ മുൻപിൽ ഒരു കുഞ്ഞിരുന്ന് കളിക്കുകയാണ്. ആ കുഞ്ഞിന് 2 വയസ്സ് പ്രായമേ ഉള്ളൂ. കാട്ടിൽ നിന്നിറങ്ങിയ മൃഗം ഈ ഭവനത്തിൻ്റെ മുൻപിലിരുന്ന് കളിച്ച കുഞ്ഞിനെ അതിൻ്റെ ഉടുപ്പിൽ കടിച്ചെടുത്തുകൊണ്ട് കാട്ടിലേക്ക് കൊണ്ടുപോയി. ഈ മൃഗം കുഞ്ഞിനെ കൊന്നില്ല, മറ്റു മൃഗങ്ങളും കുഞ്ഞിനെ കൊന്നില്ല. ഈ മൃഗങ്ങളെല്ലാം കൂടി കുഞ്ഞിനെ വളർത്തുകയാണ്. അവരുടെ ഒരു കുഞ്ഞിനെ വളർത്തുന്നത് പോലെ വളർത്തുകയാണ്. അപ്പോൾ മാതാപിതാക്കൾക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. അവർ അന്വേഷിക്കാത്ത സ്ഥലമില്ല, കുഞ്ഞിനെ കിട്ടിയില്ല. ഒടുവിൽ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾക്ക് മനസ്സിലായി മൃഗങ്ങൾ കൊണ്ടുപോയതാണ്. കാര്യം മൃഗത്തിൻ്റെ പാദങ്ങളുടെ അടയാളം അവിടെ മണ്ണിലുണ്ടായിരുന്നു. അവരെങ്ങനെ നോക്കിയിട്ടും കിട്ടിയില്ല. എന്നാൽ 15 വർഷങ്ങൾക്ക് ശേഷം ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാർ, കാട്ടിൽ അവിടെ ജോലി ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥന്മാർ എന്തോ കാര്യത്തിന് വനത്തിൻ്റെ അകത്ത് പോയപ്പോൾ 4 കാലിൽ ഇഴഞ്ഞു നടക്കുന്ന ഒരു യുവാവിനെ കാണുകയാണ്. അവൻ്റെ മുടിയെല്ലാം നീട്ടി വളർത്തിയിട്ടുണ്ട്, ഒരു മൃഗത്തെപ്പോലിരിക്കുന്നു, ശരീരം മുഴുവൻ വൃത്തികെട്ട രൂപത്തിലാണ്. ഒരു മൃഗം നടക്കുന്നത് പോലെ 4 കാലിൽ നടക്കുന്നു, മരത്തിൽ കയറുന്നു, അതിലുള്ള പഴങ്ങൾ പറിച്ച് തിന്നുന്നു, മൃഗത്തെപ്പോലെ ശബ്ദമുണ്ടാക്കുന്നു, ബേ ബേ എന്ന് ശബ്ദമുണ്ടാക്കുന്നു. മനുഷ്യനാണ്, എന്നാൽ മൃഗത്തെപ്പോലിരിക്കുന്നു. അവനെ വിളിച്ചപ്പോൾ അവൻ ഓടിക്കളയാൻ ശ്രമിച്ചു. അവൻ്റെ കാലിൽ വെടിവെച്ചു. കാലിൽ വെടിയേറ്റ് അവൻ താഴെ വീണു. അവനെ ഇവർ പൊക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുവരുന്നു, ചികിത്സിച്ച് നേരെയാക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇവൻ മനുഷ്യരെല്ലാം കണ്ട് അത്ഭുതത്തോടെ നോക്കുകയാണ്, അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ്. ഇവർ ആദ്യമായിട്ടൊരു ഏതോ ഒരു ലോകം കാണുന്ന പോലെ. ഒടുവിൽ പ്രിയപ്പെട്ടവരെ മനസ്സിലായി, ഇത് 15 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ ആ കുഞ്ഞാണ് ഇന്ന് യുവാവായിരിക്കുന്നത്. പക്ഷേ മനുഷ്യൻ്റെ രൂപമില്ല, മൃഗത്തെപ്പോലെ ആയിരിക്കുന്നു. പിന്നീട് ഏതാണ്ട് 2-3 വർഷത്തെ കഠിന പരിശ്രമം, കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്ത് ഇവൻ മനുഷ്യനാണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഇവനെ കൊണ്ടുവരികയാണ്. അവനെ മനുഷ്യൻ്റെ ഭാഷ പഠിപ്പിക്കുന്നു, അവനെ മുടിവെട്ടി നല്ല രൂപത്തിലാക്കുന്നു, 4 കാലിൽ നടന്നുകൊണ്ടിരുന്ന അവനെ 2 കാലിൽ നടക്കാൻ പഠിപ്പിക്കുന്നു. അങ്ങനെ പതിയെ പതിയെ അവനൊരു മനുഷ്യനായി മാറുകയാണ്. കാണുക, ഒരു മനുഷ്യക്കുഞ്ഞ് കാട്ടിലകപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു തടവറയിൽ അകപ്പെട്ടു പോയ അനുഭവമാണ്. അവൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, അവൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു, അവൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു. അവൻ തികച്ചും ഒരു തടവറയിലായിപ്പോയി. എന്നാൽ അവനെ പുറത്തു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ, വേണ്ടത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ സ്വതന്ത്രനായി. ഇതാ പാപത്തിൻ്റെയും സാത്താൻ്റെയും തടവറയിലായിപ്പോയ നമ്മളെ തടവറ ഭേദിച്ച് കർത്താവായ യേശു ക്രിസ്തു പുറത്തു കൊണ്ടുവരുന്നു. വചനം ഭക്ഷിക്കാൻ തരുന്നു, പരിശുദ്ധാത്മജലം പാനം ചെയ്യാൻ തരുന്നു, നമ്മുടെ മേൽ അഭിഷേകം വെച്ച് കെട്ടുകൾ പൊട്ടിക്കുന്നു, നമ്മെ അവിടെ നിന്ന് വളർത്തുന്നു. ഈ യേശുവിൻ്റെ സ്നേഹം,
എങ്ങനെ നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കും? നാലാമതായിട്ട്, ഈ വ്യക്തിപരമായ രക്ഷ, യേശു തരുന്ന ഈ തടവറയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നമ്മൾ വ്യക്തിപരമായിട്ട് സ്വീകരിക്കുന്നില്ല എങ്കിൽ നമുക്കിത് ഒരിക്കലും അനുഭവിക്കാനായിട്ട് സാധിക്കില്ല. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നില്ല എങ്കിൽ, വിശ്വസിക്കാത്തവർക്ക് ഈ സ്വാതന്ത്ര്യം അതിൻ്റെ അളവിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരിക്കലും അനുഭവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വചനം പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. തടവറയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ, തടവറയിൽ കിടക്കുന്ന മനുഷ്യ മക്കളെ, കർത്താവിനെ നീ വിശ്വസിക്കണം, കർത്താവിൻ്റെ സുവിശേഷം നീ വിശ്വസിക്കണം. തടവറയിൽ നിന്ന് അവൻ നിന്നെ പുറത്തു കൊണ്ടുവരുമെന്നുള്ള വലിയ സത്യം നീ വിശ്വസിക്കണം. നീ അത് 2 കൈ നീട്ടി സ്വീകരിക്കണം. അതുകൊണ്ടാണ് റോമാലേഖനം 10:9 പറയുന്നു, ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, എൻ്റെ മനസ്സിലേക്ക് ഒരു സംഭവം ഓർമ്മ വരികയാണ്. അനേക വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്ക എന്ന് പറയുന്ന ആ വലിയ രാജ്യത്ത് നടന്ന ഒരു സംഭവം. ജോർജ് വിൽസൺ എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരനെ കൊന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ധനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. കൊന്നുകളഞ്ഞു. വലിയ ഒരു വാർത്തയായി. ഒടുവിൽ കോടതി ഈ ജോർജ് വിൽസനെ കൊല്ലുവാനായിട്ട് വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. അങ്ങനെ വധശിക്ഷ കാത്ത് ജയിലിൽ കിടക്കുന്ന ജോർജ് വിൽസന് വേണ്ടി ജോർജ് വിൽസന്റെ മാതാവ്, പ്രസവിച്ച അമ്മ, അമേരിക്കൻ പ്രസിഡന്റിനെ ചെന്ന് കാണുകയാണ്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ ദയാഹർജി കൊടുക്കാനായിട്ട് സാധിക്കും. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആൻഡ്രൂ ജാക്സൺ എന്ന് പറയുന്ന മനുഷ്യനാണ്. ആൻഡ്രൂ ജാക്സന്റെ മനസ്സലിഞ്ഞു. ഈ അമ്മയുടെ നിലവിളി കണ്ടപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ആൻഡ്രൂ ജാക്സന്റെ ഹൃദയം ഉരുകി. അദ്ദേഹം ഈ ചെറുപ്പക്കാരനെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ പാടൻ നോട്ട് എഴുതി വേണ്ടതെല്ലാം ചെയ്ത് അതിൽ മുദ്രയൊക്കെ വെച്ച് സീലൊക്കെ അടിച്ച് അദ്ദേഹം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. ഈ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു എന്ന വാർത്ത എഴുതി വച്ചിരിക്കുന്ന പേപ്പറുമായി, ഒഫീഷ്യൽ പേപ്പറുമായി, ഔദ്യോഗിക സീലുള്ള പേപ്പറുമായി ഒരു പട്ടാളക്കാരൻ ജയിലിലേക്ക് കടന്നു വന്ന് ജയിലിൽ കിടക്കുന്ന ജോർജ് വിൽസന്റെ കൈകളിലേക്ക് ഇത് കൊടുത്തിട്ട് പറഞ്ഞു, പ്രസിഡന്റ് നിന്നെ വധശിക്ഷയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു, നിനക്ക് ദയാഹർജി ലഭിച്ചിരിക്കുന്നു. അവൻ അങ്ങനെ തന്നെ ആ പേപ്പർ കയ്യിലോട്ട് വാങ്ങിച്ച് 4 തുണ്ടമാക്കി വലിച്ചു കീറി മൂലയ്ക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, എനിക്കൊരുത്തൻ്റെയും പാടൻ വേണ്ട, ക്ഷമ വേണ്ട, എനിക്കൊരുത്തൻ്റെ ഔദാര്യം വേണ്ട എന്ന് പറഞ്ഞ് 2 കൈകളും കൂടെ മുട്ടിലേക്ക് കുത്തി അവൻ ആ ജയിലിൻ്റെ അടുത്ത് കൂനി പിടിച്ചിരിക്കുകയാണ്. അപ്പം ഇത് വീണ്ടും ഒരു വാർത്തയായി. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതാ പ്രസിഡന്റ് അവന് മാപ്പ് കൊടുത്തിരിക്കുന്നു, പക്ഷെ അവൻ ആ കടലാസ് കീറിക്കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവനെ കൊല്ലണമോ വേണ്ടിയോ, വധശിക്ഷ നടപ്പാക്കണമോ വേണ്ടിയോ? അവിടെ വലിയൊരു അങ്കലാപ്പുണ്ടാകുകയാണ്. വിഷയം വീണ്ടും സുപ്രീം കോടതിയിൽ എത്തുന്നു. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജോൺ മാർഷൽ ഈ കേസ് നന്നായിട്ട് പഠിച്ചതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു വിധി പുറപ്പെടുവിക്കുകയാണ്. അതിങ്ങനെയാണ്, ഒരു ക്ഷമയ്ക്ക് 2 വശമുണ്ട്. ഒന്ന് ക്ഷമ കൊടുക്കുന്ന വ്യക്തി, 2 ക്ഷമ സ്വീകരിക്കുന്ന വ്യക്തി. ഒരു പക്ഷിക്ക് 2 ചിറകുകൾ ഉള്ളതുപോലെ, ഒരു നാണയത്തിന് 2 വശമുള്ളതുപോലെ ഇതാ ക്ഷമ കൊടുക്കുന്ന വ്യക്തി, ക്ഷമ സ്വീകരിക്കുന്ന വ്യക്തി. ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ക്ഷമ കൊടുത്തിരിക്കുന്നു. എന്നാൽ ക്ഷമ സ്വീകരിക്കാനുള്ള ജോർജ് വിൽസൺ ആ ക്ഷമയെ തട്ടിക്കളഞ്ഞിരിക്കുന്നു. അതിനാൽ ആ ക്ഷമ അവൻ അനുഭവിക്കാനുള്ള യോഗ്യതയില്ല. അവൻ വധശിക്ഷയ്ക്ക് അർഹനാണ്. അവനെ വധശിക്ഷയ്ക്ക് സുപ്രീം കോടതി ഉത്തരവിടുന്നു, കൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ വധിക്കപ്പെടുകയാണ്. വളരെ വേദനാജനകമായ ഒരു സംഭവമാണിത്. പാപക്ഷമ അവന് കിട്ടിയിട്ടും, ശിക്ഷയിൽ നിന്ന് ഇളവ് അവന് കിട്ടിയിട്ടും, മോചനം കിട്ടിയിട്ടും പ്രസിഡന്റ് കൊടുത്ത, ഉന്നതനായ വ്യക്തി കൊടുത്ത ആ ക്ഷമയെ വിശ്വസിക്കാതെ നിസ്സാരമാക്കി വലിച്ചെറിഞ്ഞ് ദൂരെ കളഞ്ഞതിനാൽ അവന് കിട്ടേണ്ടിയിരുന്നൊരു മോചനം അവൻ അനുഭവിക്കാൻ സാധിച്ചില്ല. അവൻ മരണത്തിന് വിധിക്കപ്പെട്ടു. 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മെ തടവറയിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടതെല്ലാം ദൈവം ചെയ്തു. ഇതാ എല്ലാം പൂർത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ടെറ്റലസ്റ്റായി. സകലതും പൂർത്തിയായിരിക്കുന്നു. മനുഷ്യവർഗത്തെ സാത്താന്റെ തടവറയിൽ നിന്നും മോചിപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് ദൈവമക്കളുടെ അഭിഷേകത്തിലേക്ക് ഉയർത്താൻ വേണ്ടതെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇത് നമ്മൾ വിശ്വസിക്കണം, വ്യക്തിപരമായിട്ട് വിശ്വസിക്കണം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12 പറയുന്നു, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് തടവറയിൽ നിന്ന് പുറത്തു വരാം. യേശു നമുക്ക് മതിയായവൻ. കർത്താവേ,
ഞങ്ങൾ പലപ്പോഴും തടവറയിലാണ്. എന്നാൽ ഇന്ന് തിരുവചനം ഞങ്ങളുടെ ഹൃദയങ്ങളെ തൊടുന്നു. കർത്താവെ, ഞങ്ങൾ സത്യം മനസ്സിലാക്കുന്നു. തടവറയിൽ കിടക്കാൻ ഇനി ഞങ്ങൾക്ക് താല്പര്യമില്ല. യേശുവെ, ഞങ്ങളുടെ കൈക്ക് പിടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങുന്നു. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന.